ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ അധ്യായം 3 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? ഉത്തരം: കുറെ ജനതകളെ ശേഷിപ്പിച്ചു. ചോദ്യം 2. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം: പരീക്ഷിക്കാൻ വേണ്ടി. 3. എന്തിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത്? ഉത്തരം: കാനാനിലെ യുദ്ധങ്ങളിൽ. 4. ഇസ്രായേൽ തലമുറകളെ എന്ത് അഭ്യസിപ്പിക്കാനാണ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത്? ഉത്തരം: ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാൻ. ചോദ്യം 5. ഇസ്രായേലിനെ പരീക്ഷിക്കാൻ കർത്താവ് ശേഷിപ്പിച്ച ജനതകളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ജബൂസ്യർ, ഗിർഗാഷ്യർ, കാനാന്യർ, സിദോന്യർ, ഫിലിസ്തർ എന്നിവയിൽ ഏത്? ഉത്തരം: ഗിർഗാഷ്യർ. ചോദ്യം 6. ന്യായാധിപന്മാർ 3-ാം അധ്യായം 3-ാം വാക്യപ്രകാരം ബാൽ ഹെർമോൺ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ജനത ഏത്? ഉത്തരം: ഹിവ്യർ. ചോദ്യം 7. ഫിലിസ്ത്യരുടെ എത്ര പ്രഭുക്കളെയാണ് കർത്താവ് അവശേഷിപ്പിച്ചത്? ഉത്തരം: 5 പ്രഭുക്കന്മാരെ. ചോദ്യം 8. മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവരെ ശേഷിപ്പിച്ചത്? പൂരിപ്പിക്കുക. ഉത്തരം: കൽപ്പനകൾ. 9. ന്യായാധിപന്മാർ 3-ാം അധ്യായം 5-ാം വാക്യപ്രകാരം ഇസ്രായേൽ ജനം എത്ര ജനതകളുടെ ഇടയിൽ ജീവിച്ചുവെന്നാണ് പറയുന്നത്? ഉത്തരം: 6 ജനതകളുടെ ഇടയിൽ. 10. ഇസ്രായേൽ ജനം ഏതെല്ലാം ജനതകളുടെ കൂടെ ജീവിച്ചുവെന്നാണ് ന്യായാധിപന്മാർ 3-ാം അധ്യായം 5-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം: കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബീസർ എന്നിവരുടെ ഇടയിൽ. ചോദ്യം 11. ന്യായാധിപന്മാർ 3-ാം അധ്യായം 6-ാം വാക്യപ്രകാരം ഇസ്രായേൽക്കാർ സേവിക്കുകയും ചെയ്തു? പൂരിപ്പിക്കുക. ഉത്തരം: അവരുടെ ദേവന്മാരെ. ചോദ്യം 12. ഇസ്രായേൽ കർത്താവിന്റെ മുമ്പാകെ തിന്മ പ്രവർത്തിച്ചത് ന്യായാധിപന്മാർ 3-ാം അധ്യായം 7-ാം വാക്യപ്രകാരം എങ്ങനെയാണ്? ഉത്തരം: തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അക്ഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട്. ചോദ്യം 13. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അക്ഷേര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം എന്തു ചെയ്തു? ഉത്തരം: ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു. ചോദ്യം 14. ന്യായാധിപന്മാർ 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം ഏത്? ഉത്തരം: ഒത്നിയേൽ. ചോദ്യം 15. ഒത്നിയേലിന്റെ കാലത്ത് മെസൊപ്പൊട്ടേമിയ രാജാവ് ആരായിരുന്നു? ഉത്തരം: കുഷാൻ റിഷാത്തായിം. ചോദ്യം 16. ഇസ്രായേൽ ജനം മെസൊപ്പൊട്ടേമിയ രാജാവിനെ എത്ര വർഷം സേവിച്ചു? ഉത്തരം: 8 വർഷം. ചോദ്യം 17. കാലെബിന്റെ ഇളയ സഹോദരന്റെ പേർ എന്ത്? ഉത്തരം: കെനാസ്. ചോദ്യം 18. കെനാസിന്റെ പുത്രന്റെ പേരെന്ത്? ഉത്തരം: ഒത്നിയേൽ. ചോദ്യം 19. കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു. അവൻ ആർ? ഉത്തരം: ഒത്നിയേൽ. ചോദ്യം 20. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ആരുടെ മേൽ വന്നു? ഉത്തരം: ഒത്നിയേലിന്റെ മേൽ. ചോദ്യം 21. ന്യായാധിപന്മാർ 3-ാം അധ്യായം 10-ാം വാക്യപ്രകാരം ആരെയാണ് കർത്താവ്
അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം മെസപ്പൊട്ടോമിയ രാജാവായ കുഷാൻ റിഷാത്തായിമിന്. ചോദ്യം 22. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ആദ്യത്തെ ന്യായാധിപൻ ആർ? ഉത്തരം ഒത്നിയേൽ. 23. കാലബിൻ്റെ ആരാണ് കെനാസ്? ഉത്തരം ഇളയ സഹോദരൻ. 24. ഒത്നിയേലിൻ്റെ കാലത്ത് ദേശത്ത് ശാന്തി എത്ര വർഷം നിലനിന്നു? ഉത്തരം 40 വർഷം. 25. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തപ്പോൾ ആരെയാണ് ഇസ്രായേലിനെതിരെ പ്രബലനാക്കിയത്? ഉത്തരം മോവാബ് രാജാവായ എഗ്ലോനെ. 26. അവൻ അമോര്യരെയും അമലേക്കിനെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി. അവൻ ആർ? ഉത്തരം എഗ്ലോൻ. ചോദ്യം 27. അമോര്യരെയും അമലേക്കിനെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി എന്താണ് കൈവശമാക്കിയത്? ഉത്തരം ഈന്തപ്പനകളുടെ നഗരം. 28. ഇസ്രായേൽ ജനം മോവാബ് രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു? ഉത്തരം 18 വർഷം. 29. ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ആരെ നൽകിയെന്നാണ് 3-ാം അധ്യായം 15-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ഒരു വിമോചകന്. 30. ഇടത് കയ്യനായ യഹൂദ് ആരുടെ മകനാണ്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകൻ. 31. ഇസ്രായേൽ ജനം യഹൂദ് വശം കാഴ്ച കൊടുത്തയച്ചത് ആർക്കാണ്? ഉത്തരം മോവാബ് രാജാവായ എഗ്ലോന്. 32. യഹൂദ് വസ്ത്രത്തിനിടയിൽ വലത്തു തുടയിൽ കൊട്ടിവെച്ച വാളിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം 1 മുഴം നീളമുള്ള ഇരുവായ് തലവാൾ. 33. എഗ്ലോൺ എപ്രകാരമുള്ള മനുഷ്യനാണെന്നാണ് 3-ാം അധ്യായം 18-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം തടിച്ചു കൊടുത്ത മനുഷ്യൻ. 34. യഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ആരെയാണ് പറഞ്ഞയച്ചത്? ഉത്തരം ചുമട്ടുകാരെ. 35. എവിടെ എത്തിയപ്പോഴാണ് യഹൂദ് തിരിഞ്ഞു നടന്നത്? ഉത്തരം ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ. 36. യഹൂദ് തിരിഞ്ഞു നടന്ന് എവിടേക്കാണ് പോയത്? ഉത്തരം രാജാവിൻ്റെ അടുക്കിലേക്ക്. 38. അല്ലയോ രാജാവേ, എനിക്കങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട്. ഈ വാക്യം ആരോട് പറഞ്ഞു? ഉത്തരം യഹൂദ് മോവാബ് രാജാവായ എഗ്ലോനോട്. 38. യഹൂദ് സംസാരിച്ചപ്പോൾ എഗ്ലോൺ രാജാവ് എവിടെ ഇരിക്കുകയായിരുന്നു? ഉത്തരം വേനൽക്കാലവസതിയിൽ. 39. ദൈവത്തിൽ നിന്ന് നിനക്കായൊരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. ആരോടാണ് ഇത് പറയപ്പെട്ടത്? ഉത്തരം എഗ്ലോനോട്. 40. യഹൂദ് ഇടത് കൈക്കൊണ്ട് ഡാഷ് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി. പൂരിപ്പിക്കുക. ഉത്തരം വലത്തെ തുടയിൽ നിന്ന്. 41. രാജാവിനെ കുത്തിയ വാൾ ഊരിയെടുക്കാതിരുന്നത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഉത്തരം കൊഴുപ്പതിനെ മൂടി. 42. വാളോടൊപ്പം എന്താണ് അകത്ത് കടന്നത്? ഉത്തരം പിടിയിൽ. 43. അനന്തരം യഹൂദ് പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി. ആരെ? ഉത്തരം രാജാവിനെ. 44. മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. ആർ? ഉത്തരം പരിചാരകർ. 45. മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ പരിചാരകർ എന്തു ചെയ്തു? ഉത്തരം താക്കോലെടുത്ത് തുറന്നു. 46. രാജാവിനെ കൊന്നതിന് ശേഷം യഹൂദ് എവിടേക്ക് രക്ഷപ്പെട്ടു? ഉത്തരം ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക്. 47. യഹൂദ് എവിടെ വെച്ചാണ് കാഹളം മുഴക്കിയത്? ഉത്തരം എഫ്രായിം മലമ്പ്രദേശത്ത് എത്തിയപ്പോൾ. 48. ഇസ്രായേൽ ജനം എന്തു ചെയ്തെന്നാണ് പറയുന്നത്? ഉത്തരം മലയിൽ നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി. 49. കർത്താവ് അവരുടെ ശത്രുക്കളായ ഡാഷ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം മോവാബ്യരെ. 50. യഹൂദ് പിടിച്ചടക്കിയ ജോർദാന്റെ കടവുകൾ എവിടെയാണ്?
ഉത്തരം മൊവാബിന് എതിരെ. 51. ധീരന്മാരും കരുത്തുറ്റവരുമായ എത്ര മൊവാബിനെയാണ് അവർ കൊന്നത്? ഉത്തരം 10,000-ഓളം. 52. മൊവാബ് ഇസ്രായേലിന് അധീനമായപ്പോൾ എത്ര വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു? ഉത്തരം 80 വർഷത്തേക്ക്. 53. യഹൂദിൻ്റെ പിൻഗാമിയുടെ പേർ? ഉത്തരം ശങ്കാർ. 54. ശങ്കാർ ആരുടെ പുത്രനാണ്? ഉത്തരം അനാത്തിൻ്റെ പുത്രൻ. 55. ശങ്കാർ എത്ര ഫിലിസ്ത്യരെ ചാട്ടക്കൊണ്ട് കൊന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം 600 ഫിലിസ്ത്യരെ. ഏവർക്കും നന്ദി.